വർഷയുടെ അമ്മ കൂടി ചന്ദ്രമതിയുടെ നിന്ന് പൂവ് വാങ്ങിയപ്പോൾ ചന്ദ്രയ്ക്ക് അത് ആകെ നാണക്കേടായിട്ടോ. അങ്ങനെ വർഷയുടെ അമ്മ തിരിച്ചു പോകാൻ വേണ്ടി കാറിൽ കയറാൻ നിൽക്കുന്ന സമയത്താവും ശ്രീകാന്തും വർഷയും കൂടി ബൈക്കുമ്പോൾ വന്ന് ഇറങ്ങുന്നുണ്ടാവുക. അപ്പോൾ ശ്രീകാന്ത് പറയും, എൻ്റെ ഇത്ര പെട്ടെന്ന് പോവാറായോ, കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പോവാന്നൊക്കെ പറയുമ്പോൾ ഇല്ല, ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പോവാ പറയും. അപ്പോൾ ഇത് എവിടുന്ന പൂവ് എന്ന് ചോദിച്ചപ്പം വർഷയുടെ അമ്മ പറയും, അതെനിക്കൊന്ന് വൈകിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ ചന്ദ്രയുടെ നിന്ന് കുറച്ച് പൂവ് വാങ്ങിയതാന്ന് പറയും കേട്ടോ. എന്നിട്ട് ചന്ദ്രയുടെ അടുത്തേക്ക് പോവാണ് വർഷയും ശ്രീകാന്തും. വർഷയുടെ അമ്മയാണെങ്കിൽ നേരെ തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ വർഷ എന്നിട്ട് പറയും, ആൻറ്റി ഇപ്പോൾ പൂവിന് കിട്ടാൻ രേവതി ചേച്ചിനെ സഹായിക്കണമൊക്കെ ഉണ്ടല്ലേ, അതെന്തായാലും നല്ല കാര്യമാണ്. ഇപ്പം എന്തായാലും ആ പൂക്കടയിൽ ആരും നിൽക്കണില്ല, അവിടെ പോയി നിന്നുകൂടെ, അപ്പോൾ രേവതി ചേച്ചിക്ക് അതൊരു ഒരു സഹായമാവില്ല എന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അത് കേട്ടിട്ട് ചന്ദ്ര ആ പൂവ് അവിടെ വലിച്ചെറിഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവാണ്. എന്നിട്ട് പോയിട്ട് അവിടെ നിന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ പറയും, അവളുടെ അമ്മ എൻ്റെ കയ്യിൽ നിന്ന് പൂവ് വാങ്ങി, അവളോ എന്നോട് പറഞ്ഞു ആ കടയിൽ പോയി നിൽക്കാൻ, ഇതിലും വലിയ നാണക്കേട് എനിക്കില്ല, എന്നെ പൂക്കാരിയമ്മ എന്ന് വിളിച്ചു അവരൊക്കെ കൂടിയിട്ട് എന്നൊക്കെ എന്നെ പറയട്ടോ. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഇത് ഭയങ്കര സന്തോഷമായി. ശ്രുതി പിന്നാലെ വന്നിട്ട്, ഈ തള്ളയ്ക്ക് എന്താ പ്രാന്തായോ എന്നൊക്കെ, എന്ത് പറ്റിയ ആൻറ്റി എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, നീ കണ്ടതല്ലേ ഇവിടെ ഉണ്ടായതൊക്കെ, അവളൊന്നും എന്നോട് ആ പൂക്കടയിൽ പോയി നിൽക്കാൻ പറഞ്ഞു എന്നിങ്ങനെ പറയട്ടോ. എന്നിട്ട് പെട്ടെന്ന് പേടിച്ചിട്ട്, പക്ഷെ ഇത് കേട്ടിട്ടുണ്ടാവുമോ ഞാൻ പറഞ്ഞത് ചോദിക്കും. ഇല്ലില്ല, കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവള് ഇപ്പം തന്നെ അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നേനെ, കേട്ടിട്ടുണ്ടാവില്ല എന്നിങ്ങനെ പറയും. അപ്പോൾ ഈ പൂവ് മാറ്റാൻ ഈ പൂക്കട അവിടെ നിന്ന് മാറ്റാൻ എന്തെങ്കിലും ഒരു വഴി നോക്കണം, നമുക്കത് പോയിട്ട് പറിച്ച് കളഞ്ഞാലോ ചോദിക്കുമ്പോൾ, പോയി പറിച്ച് കളഞ്ഞവർ പിന്നെ പെടും, കാരണം അവിടെ CCTV ഒക്കെ ഉള്ള ഏരിയ ആണ്, അതിനെക്കാട്ടും നല്ലത് നമുക്ക് കോർപ്പറേഷനിൽ വിളിച്ചിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുമ്പോൾ, എന്തായാലും ഇത് പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു കടയല്ലേ, അവർ കോർപ്പറേഷനിൽ നിന്ന് പെർമിറ്റ് ഒന്നും എടുത്തിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് അവിടെ പോയി കംപ്ലൈൻറ്റ് ചെയ്ത് അവർ വേഗം വന്ന് കൊണ്ടുപോകുള്ളൂ എന്ന് പറയട്ടോ. അപ്പോൾ ചന്ദ്ര ചോദിക്കും, അപ്പോൾ അവർ നമ്മളാണ് ആ കംപ്ലൈൻറ്റ് കൊടുത്തതെന്ന് പറയില്ലേ ചോദിക്കുമ്പോൾ, അതില്ല പറയട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി വേഗം തന്നെ വിളിച്ച് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ആ കട അവിടെ നിന്ന് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ രവിയൊക്കെ മാറി മാറി പറയുന്നുണ്ട്, അങ്ങനെ കൊണ്ടുപോകല്ലേ, ഇതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല, പ്ലീസ് അത് കൊണ്ടുപോകരുത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവർക്കത് കേൾക്കാൻ പറ്റില്ലല്ലോ, അവരത് അവിടെ നിന്ന് പൊളിച്ച് മാറ്റി കൊണ്ടുപോവുകയാണ്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ്.